1,00,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് 10% ടാക്സ് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ടാക്സ് ലോ. പക്ഷെ നമ്മൾ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഹാർവെസ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ മെത്തേഡ് എന്ന് പറയും. സംഭവം വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 1,00,000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വരുന്നത് അതിന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിനെ സെല് ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2,00,000 രൂപ ലോങ് ടൈം ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എനിക്കൊരു 90,000 രൂപ പ്രോഫിറ്റ് വന്നു എന്ന് കാണുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ മ്യൂച്വൽ ഫണ്ടിനെ സെല്ല് ചെയ്ത് ഈ പ്രോഫിറ്റ് ആയിട്ടുള്ള 90,000 എന്ത് ചെയ്യുക, നമ്മൾ റിയലൈസ് ചെയ്തെടുക്കുക. സോ ഇങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് 1,00,000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനുശേഷം നമുക്കിപ്പോൾ കിട്ടിയ പ്രോഫിറ്റും ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 2,00,000 രൂപയും ചേർത്ത് 2,90,000 രൂപ നമ്മൾ വീണ്ടും ഇതേ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഫിറ്റ് തരുന്ന മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലോ റീഇൻവെസ്റ്റ് ചെയ്യുക. സോ അടുത്ത തവണയും നമ്മൾ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, ഈ പറയുന്നത് പോലെ 1,00,000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ പ്രോഫിറ്റ് പോകാതെ അതിന് താഴെ നിൽക്കുന്ന മൊമെന്റിൽ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിനെ സെല്ല് ചെയ്ത് ടാക്സ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതേപോലുള്ള മറ്റു വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക് യു.